ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അടപ്രഥമൻ വെക്കുന്നത് എന്നാണ്. ഞാൻ എങ്ങനെയാണ് അടപ്രഥമൻ വെക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് എൻ്റെ കൂട്ടുകാരെന്നെ സഹായിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളമായിട്ട് വെച്ചു. ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അട വേവിച്ചെടുക്കാനുള്ള വെള്ളം നെയ്യ് ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അട തട്ടിയിട്ട് കൊടുത്തു. അട തട്ടിയിട്ട് കുറച്ച് നേരം ഞാൻ ആ അടയൊന്ന് വേവിച്ചെടുത്തു. അതാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുത്തു. അട ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ വെന്ത് വരുവാണ്. അപ്പോൾ ഞാൻ ആ അട ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റി വെച്ചു. അതാണ്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെച്ചു. പായസത്തിലിടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമായിരുന്നു. അതിന് ഞാനൊരു ഫ്രൈ പാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതാണ്ടേ ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അതും ഒന്ന് മാറ്റി വെച്ചു. ഫ്രൈ ചെയ്തെടുത്തൊന്ന് മാറ്റി വെച്ചു. ഇനി എനിക്ക് കുറച്ച് ചവ്വരി, പായസത്തിനിടാനുള്ള ചവ്വരി, അത് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലേക്കിട്ട് ചവ്വരി വേവിച്ചു. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കാനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ആ കവറിൽ വെച്ച് തന്നെ ഏതാണ്ട് ഇതുപോലെ കാണുന്ന കണക്ക് ഞാനൊന്ന് ഇടിച്ച് ചെറിയ പീസായിട്ടൊന്ന് പൊടിച്ചെടുത്തു. അത് പാനിയാക്കാനായിട്ടാണ്. എന്നിട്ട് ശർക്കര പാനിയാക്കാനുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് ആ പൊടിച്ച ശർക്കര തട്ടിയിട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒന്ന് പാനിയാക്കി എടുത്തു. ഇതേണ്ട ഇതുപോലെ ഉണ്ടോ, നാല് വെള്ളമൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് പാനിയാക്കി നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. രണ്ട് ശർക്കര പാനിയാക്കി. ഇനി പായസം വെക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന അട ഞാൻ അതിലേക്ക് തട്ടിയിട്ട് കൊടുത്തു. ഒന്ന് അടയൊന്ന് ആ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. രണ്ട് നെയ്യ് ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്തു. ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഉണ്ടല്ലോ, അതും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് മിക്സാക്കി ഇതുപോലെ മിക്സാക്കി നമ്മൾ എടുക്കുക. മിക്സാക്കി താണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കുക. കണ്ടോ, ഞാൻ നേരത്തെ തന്നെ ചവ്വരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ഇട്ടെടുത്തു. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക പൊടിച്ചത് ഇതെല്ലാം ഇപ്പോഴും ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ പാല് ചേർത്ത് കുറുകി വരുന്നതനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ഇച്ചിരി കട്ടി ആയിട്ട് വരുന്തോറും പാല് ചേർത്ത് കൊടുക്കും. സാധാരണ എല്ലാവരും തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ഈ മിൽമ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. അടിപൊളി പായസം. നമ്മുടെ പായസം റെഡിയായി. ഗ്യാസിൻ്റെ പരിമിതി ഉണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് അടുപ്പിലിട്ട് വേവിച്ചു. എന്നിട്ട് വീണ്ടും ഗ്യാസിലേക്ക് കൊണ്ടുവച്ചൊന്ന് വേവിച്ച് അത് നമ്മളെ അടപ്രഥമൻ റെഡിയായിട്ടുണ്ട്. സൂപ്പർ അടപ്രഥമൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം. ബൈ. ഓക്കേ.